എൻ്റെ പേര് സാറാക്കുട്ടി ഏലിയാസ്. കുരുന്നപ്പള്ളിയിൽ ഹൗസ്, കോതമംഗലം വാരപ്പെട്ടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം എനിക്ക് കിട്ടിയ കൃപകളെക്കുറിച്ച് നന്ദി പറയുവാൻ ഇവിടെ നിർത്തിയ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി സമർപ്പിക്കുന്നു. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കശേരികൾക്ക് ദ്രവിപ്പ് പറ്റി 2 പ്രാവശ്യം തളർന്നു കിടന്ന ഒരാളായിരുന്നു. എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള വിശ്വാസത്തിലും ഞാൻ എന്നെ വീട്ടിൽ പരിപാലിക്കാൻ ഭർത്താവും അമ്മയൊക്കെ സഹായം ഉള്ളതിനാലും ഞാൻ ഒരു ജോലിയും ചെയ്യിക്കാതെ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, ഡോക്ടർ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞ് കുറച്ച് ജോലി ചെയ്തപ്പോൾ പിന്നെയും വീണ്ടും അങ്ങനെ ഒരു വശം തളർന്ന് കുറേ കാലം കിടക്കേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഇനിയും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്താൽ എനിക്ക് വീണ്ടും ഇങ്ങനെ വന്നാൽ എന്നെ സഹായിക്കാൻ ഇപ്പോൾ ഭർത്താവില്ല, അമ്മയില്ല, അവർ മരണപ്പെട്ടു. പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു, 2 പെൺകുട്ടികളെയും കെട്ടിച്ചയച്ചു. അപ്പം പിന്നെ ഇനി ഒറ്റപ്പെട്ട സമയത്ത് ഇനി ഞാൻ ഒരു ജോലി ചെയ്താലും ഞാനിങ്ങനെ പഴയതുപോലെ വന്നാലോ എന്നോർത്ത് ഭയപ്പോഴാണ് ഞാൻ ഈ മാതാവിനെക്കുറിച്ച് കൃപാസനത്തിൻ്റെ ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടായി. ഞാൻ ആ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് വന്ന് അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടും എന്ന് നല്ലൊരു വിശ്വാസത്തോടെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 1 വർഷത്തോളം മുടങ്ങാതെ വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥന നടത്തി വന്നുകൊണ്ടിരുന്നു. പക്ഷേ വന്നാലും എനിക്ക് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പോ പ്രാർത്ഥനയ്ക്കോ അടുത്ത് വരുവാനോ എനിക്ക് സാധിക്കാതെ പോയതിൻ്റെ വളരെ ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു. ആ 20 വർഷം കഴിഞ്ഞപ്പോൾ കൊറോണ കാലഘട്ടമായപ്പോൾ വരാൻ പറ്റിയില്ല. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ യൂട്യൂബിലൂടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അത്ര 1 വർഷത്തോളം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് കൈവെപ്പ് പ്രാർത്ഥന കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത മോളും മോനുകളും കൂടി, അവർക്ക് ഞാൻ ആദ്യം വന്ന ഘട്ടത്തിൽ അത്ര വിശ്വാസമൊന്നും ആയിരുന്നില്ല എങ്കിൽ അവരൊരു പെട്ടെന്ന് എന്നെ വിളിക്കുവാണ്, അമ്മ ഞങ്ങൾ കൃപാസനത്തിൽ പോരുന്നോ എന്ന്. തലേ ദിവസം 6 മണിയായപ്പോഴാണ് എന്നോട് പറയുന്നത്. ഞാനിങ്ങനെ ഈ അച്ഛൻ്റെ അടുത്തൊന്നും ഇനിയിപ്പോൾ വരാൻ പറ്റില്ല, കൊറോണ കാലം പെട്ടതുകൊണ്ട് ഇനി ഇവിടെ കൃപാസനത്തിൽ വരവ് നടക്കില്ല എന്നായിരുന്നു എൻ്റെ ഹൃദയത്തിൽ വിചാരം. എങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ മകൾ വിശ്വാസത്തോടെ എന്നെ വിളിച്ച് ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകണം, അമ്മ കൂടെ പോരുന്നു എന്ന് ചോദിച്ച് ഞാൻ പെട്ടെന്ന് എന്നെ സന്ധ്യയോടുകൂടി പറഞ്ഞെങ്കിലും സന്ധ്യയ്ക്ക് തന്നെ അവളുടെ വീട്ടിൽ ചെന്ന് യാത്രയായി രാവിലെ 5 മണിക്ക് അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് അച്ഛനെ അന്ന് ഞങ്ങൾക്ക് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് അച്ഛനെ കാണാനുള്ള റെസിപ്റ്റ് കിട്ടി. അച്ഛനെ കണ്ടു. മകനും മകളുടെയും മകൾക്ക് ജോലി സ്ഥിരമായിട്ട് ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്നാലും ഉറപ്പ് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മകന് നടുവേദനയോ വലിയൊരു ഓപ്പറേഷനൊക്കെ വേണ്ടി വരുമെന്നും പറഞ്ഞ് അങ്ങനെ അവർക്ക് വളരെ പ്രയാസം തോന്നിയതിൻ്റെ പേരിൽ അവരും വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ അനുഗ്രഹിച്ച് വിട്ടതിനെ ഓർത്ത് നന്ദി വളരെ പ്രകാശിപ്പിക്കുകയാണ്. പിന്നെ സങ്കീർത്തനം 111 പറഞ്ഞു, നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും നിന്ന് പൂർണ്ണ വിശ്വാസത്തോടെ യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, ദൈവത്തെ എല്ലായ്പ്പോഴും സ്തുതിപ്പിൻ എന്ന വചനവും എന്നെ ആഴപ്പെടുത്തി. സാമ്പത്തിക ബുദ്ധിമുട്ടും പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ വീട്ടിൽ നിന്ന് അവൾക്ക് ബുദ്ധിമുട്ട് അനുഭവം ഉള്ളതിന് ശേഷം അവൾക്ക് ജോലിക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും എങ്ങനെ പോകുമെന്ന് ഒരു ചിന്താഗതിയിൽ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാരിക്ക് കിട്ടിയ ഒരു അപേക്ഷ ഇതായിരുന്നു പുറത്തോട്ട് പോകാനുള്ള ഇത്. അത് അവൾക്ക് ഞാൻ പോകുന്നില്ല, നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ മകളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചിട്ടിഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ മുടക്കി മകൾക്ക് പോകാനും പരീക്ഷ എഴുതാനും എല്ലാം കൊടുത്തു. ആ രൂപ തിരിച്ചു കൊടുക്കേണ്ട സമയം ഏപ്രിൽ 2021 ഏപ്രിൽ മാസത്തിൽ കൊടുക്കണമായിരുന്നു.
അന്ന് കൊറോണ കാലഘട്ടവും കൂടെ ആയപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ മാതാവേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നു. നാണം കെടാൻ പറ്റില്ലല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് മാതാവ് തന്നെ, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലോൺ എടുക്കാൻ പെട്ടെന്ന് ചെന്നു. മെമ്പർഷിപ്പ് മകളുടെ പേരിലെടുത്തു. 1 മാസം വേണ്ടി വരുമെങ്കിലും 1 ആഴ്ച കൊണ്ട് മെമ്പർഷിപ്പ് പാസ്സാക്കി ലോൺ തരികയും അവരുടെ മോക്ക് ലോൺ അവർക്ക് വായ്പ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുവാനും മകൾക്ക് ഒമാനിലേക്ക് പോകാനുള്ള വിസ ശരിയായി കിട്ടി. അവൾ പോയി ജോലിയായി. കൊറോണ കാലഘട്ടത്തിൽ അവിടെ ചെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയോട് കൂടി പോയതുകൊണ്ട് യാതൊരു വിധ ക്ലേശങ്ങളും അവിടെ ഉണ്ടാവാതെ